വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി തൽബീനാണ് കേട്ടോ. പ്രവാചകൻ കഴിച്ചിരുന്ന ഒരു ഭക്ഷണമാണ് തൽബീന. പ്രത്യേകിച്ചും ഇഫ്താറിൻ്റെ ഒക്കെ സമയത്ത് നബി കഴിച്ചിരുന്ന ഒരു ഭക്ഷണം കൂടിയാണിത്. പിന്നെ നബിക്ക് ടെൻഷൻ വരുമ്പോഴും പിന്നെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നബി കഴിച്ചിരുന്ന ഒരു ഭക്ഷണമാണ് എന്നാണ് ഹദീസിൽ പറയുന്നത്. പിന്നെ ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഹാർട്ട് ഡിസീസിനായിട്ടും പിന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനും അങ്ങനെ ഒരുപാട് രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കഴിവുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യണത് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് രാഗി, മുഴുവനുള്ള രാഗി എടുത്തിട്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഏതോ ഒരു 8 മണിക്കൂർ മിനിമം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കണം. അപ്പോൾ ഇപ്പോഴത്തെ വെയിലാവുമ്പോൾ ഇപ്പം നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായി ഉണങ്ങി കിട്ടിക്കോളും. പിന്നെ ഇത് ഫൈബർ റിച്ചാണ്, പിന്നെ വെയിറ്റ് ലോസിന് നല്ലതാണ്, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഹെൽത്തി ഡെസേർട്ടാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഒട്ടും ഉപ്പ്, പഞ്ചസാര അങ്ങനത്തതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതിലെന്തൊക്കെ ചേർക്കണമെന്ന് നമുക്ക് വഴിയേ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് 8 മണിക്കൂർ മിനിമം എന്തായാലും സോക്ക് ചെയ്ത് വെക്കണം. കാരണം വെള്ളത്തിൽ 8 മണിക്കൂർ നന്നായി സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ രീതിയിൽ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ ഇത് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുള്ള ബാർലിയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ 1 കപ്പ് ബാർലി, മുഴുവനെയുള്ള ബാർലി 1 കപ്പ് എടുത്തിട്ട് അത് ഇതേ പ്രോസസ്സിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തിനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് പൊടിച്ച് വെച്ചിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ഇവിടെ പൊടിച്ചെടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനതൊരു ഗ്ലാസിൻ്റെ ജാറിലോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല ഫുള്ളായിട്ട് സ്റ്റൊമക്ക് നല്ല ഫില്ലായിട്ടുള്ള ഒരു ഫീലിംഗാണ് കേട്ടോ നമുക്കുണ്ടാവുക. പിന്നെ ഇനി ഇത് ഉണ്ടാക്കുന്ന ഒരു രീതിയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പാല്. ഇത് തേങ്ങാപ്പാലിൽ ചെയ്യാൻ എന്തായാലും പറ്റില്ല. സാധാരണ രീതിയിൽ ഇത് പാലിലാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാല്, 1 ടേബിൾ സ്പൂൺ അളവിൽ ബാർലിയുടെ പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ ഫുള്ള് ഞാൻ ബാർലി പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 1 ടേബിൾ സ്പൂണിലോട്ട് ഒരു 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണ് പാല് ഞാൻ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പാക്കറ്റ് പാലായത് കൊണ്ട് തന്നെ നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നില്ല. പകരം ഇത് ജസ്റ്റ് ചെറിയൊരു ചൂട് വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈ ബാർലിയുടെ കൂട്ട് ഇതിലോട്ട് ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ സാധാ കാച്ചാത്ത പാലൊക്കെ ആണെങ്കിൽ, സാധാ നമ്മൾ മേടിക്കുന്ന പാക്കറ്റ് പാലല്ലാതെ മേടിക്കുന്ന പാലാണെങ്കിൽ നിങ്ങൾ കാച്ചിയിട്ട് വേണം ഈ പ്രോസസ്സ് ചെയ്യാൻ. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് അളവിൽ സിനമൺ പൗഡറാണ്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാ അറബ്സും മിക്കവരും ഇത് അവരുടെ ഈ ഒരു ഇതിൽ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് നമ്മളെ സിനമൺ പൗഡർ. അപ്പോൾ 2 തരം സിനമൺ ഉണ്ട്. അതിൽ ക്വാളിറ്റി ഉള്ളത് മാത്രം യൂസ് ചെയ്യുക, മറ്റത് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്, കുറുകി എടുത്ത് വന്നിട്ടുണ്ട്. മിനിമം 15 മിനിറ്റ് നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. 15 മിനിറ്റിന് ശേഷം ഇത് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇത് പലരും പല രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ചിലർ ഇത് വെന്ത് കഴിയുമ്പോൾ അതിലോട്ട് പകുതി വേവാവണ സമയത്ത് അതിലോട്ട് ഈത്തപ്പഴം ഡേറ്റ്സ് ചേർക്കുന്നവരുണ്ട്. ചിലർ ഇത് അല്ലാതെ സെർവ് ചെയ്തതിൻ്റെ ശേഷം ഡേറ്റ്സ് ചേർക്കുന്നവരുണ്ട്. പക്ഷെ ഞാനിവിടെ സെർവ് ചെയ്തതിൻ്റെ ശേഷമാണ് ഡേറ്റ്സും നട്ട്സും പിന്നെ തേനും കൂടി ചേർത്തിട്ട് ഇത് കഴിക്കാൻ ഉപയോഗിക്കുന്നത്. ചിലർ പല രീതിയിലാണ് ചെയ്യുന്നത്. ചിലർ നട്ട്സും
പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ പലതും പല രീതിയിൽ ചെയ്യാം. അതൊക്കെ നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.